ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പം എല്ലാവർക്കും റമദാൻ മുബാറക്. ഞാൻ നാളെയാണ് വീഡിയോ ഇടുന്നത്, പക്ഷെ ഞാൻ പറഞ്ഞെന്നുള്ളൂ റമദാൻ മുബാറക്. അപ്പം ഇന്ന് റമദാൻ 1 ആണ്. അപ്പം ഇന്നത്തെ സ്പെഷ്യൽ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. അപ്പം ഇന്നത്തെ എൻ്റെ പ്ലാൻ പത്തിരി, ബട്ടർ ചിക്കനെന്നും സാധാ ചിക്കൻ കറി എന്നൊക്കെ പറയാം, അങ്ങനെ മിക്സ്ഡ് ആയിട്ടുള്ളൊരു കറി. പക്ഷെ നല്ല ടേസ്റ്റാണ്, ക്രീമി ടെക്സ്ചറൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയൊരു കറിയാണ്. ആ കറി ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ എന്താ കട്ട്ലേറ്റ് ഉണ്ടാക്കുന്നുണ്ട്. മുട്ടയപ്പത്തിൻ്റെ മേളിൽ ഒരു പഴത്തിൻ്റെ ഒരു കൂട്ട് വന്നിട്ട് നല്ല ടേസ്റ്റ്. ആ ഒരു സ്നാക്സ് ഉണ്ടാക്കുന്നുണ്ട്. അത് ആവിയിൽ പുഴുങ്ങിയതാണ്. അപ്പോൾ ഒരെണ്ണം എണ്ണയിൽ പൊരിച്ചതും കൂടി റെഡിയാക്കുന്നുണ്ട്. അങ്ങനെ 2 റെഡിയാണ് ഉദ്ദേശിച്ചത്. പിന്നെ എന്താ ഫ്രൂട്ട്സ് ആയിട്ട് വാട്ടർമെലൺ, അതുപോലെ തന്നെ പപ്പായയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ജ്യൂസ്, ക്യാരറ്റ് ജ്യൂസും. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. പിന്നെ പത്തിരി കടയിൽ ഓർഡർ കൊടുത്തേക്കണേണ്. പത്തിരി ഉണ്ടാക്കാനൊക്കെ എനിക്കറിയാം, പക്ഷെ എന്നാലും ഉണ്ടാക്കാൻ എനിക്ക് ഇഷ്ടമല്ല. ഞാൻ ഉണ്ടാക്കുമ്പോൾ ആ ഒരു റൗണ്ടൊന്നും കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പത്തിരി അങ്ങോട്ട് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. ഫസ്റ്റ് നമുക്ക് കട്ട്ലേറ്റ് ഉണ്ടാക്കാം. അപ്പോൾ കട്ട്ലേറ്റ് റെഡി ആക്കിയാലോ. ഒരു കാര്യം കൂടി പറയട്ടെ, എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ഇപ്പം തന്നെ എല്ലാവരും ലൈക്ക് ചെയ്തു. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കിൽ നിൽക്കി കഴിയുമ്പോൾ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ അറിയാവുന്ന എല്ലാവർക്കും വേണമെങ്കിൽ ഷെയർ ചെയ്തും എടുത്തു. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. ആദ്യം നമുക്ക് കട്ട്ലേറ്റ് റെഡിയാക്കി എടുക്കാം. അപ്പം ചിക്കൻ കഴുകി എടുക്കുന്ന ടൈമിൽ ഞാൻ കുറച്ച് ബോൺലെസ് ചിക്കൻ മാറ്റിയിട്ടുണ്ടായിരുന്നു. അതിലോട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് കുരുമുളക് പൊടി, മസാലപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് വിനാഗിരിയും കൂടി കൂട്ടി കുഴച്ച് 1 മണിക്കൂറോളം വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമുക്ക് നല്ലപോലെ ഇത് പൊരിച്ചെടുക്കാം. ഞാനിപ്പം അത്യാവശ്യം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ ശാലോ ഫ്രൈ ചെയ്തെടുക്കുന്നവർക്കാണെങ്കിൽ ശാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഈ എണ്ണ കട്ട്ലേറ്റിന് ഞാൻ ഉപയോഗിക്കുകയും ചെയ്യും. അതുകൊണ്ടിട്ടാണ് ഞാൻ എണ്ണ പൊരിച്ചു കോരി തന്നെ എടുത്തത് കേട്ടോ ചിക്കൻ. ഇനി ഇതേ ചിക്കൻ എല്ലാം ഞാൻ കോരി എടുത്തിട്ടുണ്ട്. ഇനി അതിൽ നിന്ന് കുറച്ച് എണ്ണ ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇനി അതിലോട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ അങ്ങോട്ട് മൂപ്പിച്ചെടുക്കാം. നല്ലപോലെ അങ്ങോട്ട് മൂപ്പിച്ചെടുക്കുക. ഒരു ബ്രൗൺ കളറാണ് വരെ നല്ലപോലെ മൂപ്പിച്ചെടുക്കുക. അതിലോട്ട് ഒരു വലിയ സവാള അരിഞ്ഞത് അതിലോട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലപോലെ വഴറ്റിയെടുക്കാം. ഇനി അതിലോട്ട് പെട്ടെന്ന് വയന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് നോക്കിയിട്ടിട്ട് കൊടുക്കണേ. എന്നിട്ട് നല്ലപോലെ അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി അതിലോട്ട് ഒരു പച്ചമുളക് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക. എരിവിന് ആവശ്യമുള്ള എന്തോരം പച്ചമുളക് വേണമെങ്കിൽ ചായച്ചിട്ട് കൊടുക്കാം. ഇവിടെ കുഞ്ഞുങ്ങൾക്ക് അത്ര എരിവ് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഒരു പച്ചമുളകിൻ്റെ പകുതിയെ ചേർത്തിട്ടുള്ളൂ. പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടി കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഞാൻ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഗരം മസാലേൻ്റെ ഒപ്പം തന്നെ ഞാൻ കുരുമുളക് പൊടി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഒരു നുള്ള ജീരകപ്പൊടി, പെരുംജീരകപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് എന്താ നമ്മൾ പൊരിച്ചെടുത്ത ചിക്കൻ ഞാൻ മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതും ഇതും കൂടി കൂട്ടി നല്ലപോലെ അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് നമ്മൾ പൊരിച്ചു കോരിയ കുറച്ച് എണ്ണയും കൂടി അതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കണ്ട ഈ ഒരു പരുവനാണ് വരെ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമ്മുടെ മല്ലിച്ചീരയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടി നല്ലപോലെ അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഉരുളക്കിഴങ്ങ് ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട്. ഉപ്പിട്ട് ഞാൻ അതേ പ്ലേറ്റിലോട്ട് ഇട്ടെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിന്റെ തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം നല്ലപോലെ ഉടച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ കൂട്ടി വെച്ചിട്ടുള്ള ചിക്കൻ്റെ കൂട്ടും കൂടി കൂട്ടി നല്ലപോലെ കുഴച്ചു കൊടുക്കുക. നല്ലപോലെ കുഴച്ച് കൊടുത്തിട്ട് ഒന്ന് ആറാൻ വെക്കുക. നല്ലപോലെ ആറിയതിന് ശേഷം നമുക്ക് ഓരോരോ ബോൾസ് ആക്കിയിട്ട് നമുക്ക് മുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ മുക്കി നമുക്ക് പൊരിച്ചെടുക്കാം. അപ്പോഴത്തേന് ഞാൻ നല്ലപോലെ ഇത് ഉരുളക്കിഴങ്ങ് ഉടച്ചെടുക്കുവാണേ. അങ്ങനെ ഞാനത് കൂട്ടി നല്ല കുഴച്ച് നല്ല ആറാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് ക്യാരറ്റാണ് ഞാൻ വേവിച്ചെടുത്തിട്ടുള്ളത്. വേവിച്ച ക്യാരറ്റിലോട്ട് ഒരു പിടി കശുവണ്ടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കശുവണ്ടി കുറച്ച് നേരം കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആവശ്യത്തിന് പഞ്ചസാര, കുറച്ച് വാനില എസൻസും കൂടി ചേർത്താണ് ഞാൻ ക്യാരറ്റ് മിക്സിയിലിട്ട് അടിച്ചെടുത്തത്. അതിലോട്ട് പാലും ഐസും പിന്നെന്താ കസകസും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് തണുക്കാൻ വേണ്ടി ഫ്രിഡ്ജിലോട്ട് വയ്ക്കാം. ഇനി നമുക്ക് എന്താ റെഡിയാക്കി എടുക്കണം, നമ്മുടെ ചിക്കൻ കറി റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഇന്നൊരു വെറൈറ്റി ചിക്കൻ കറിയാണ്. നമ്മുടെ എന്താ പറയണ ബട്ടർ ചിക്കൻ എന്നും പറയാം, അങ്ങനെ രണ്ടും കൂടിയൊരു ചിക്കൻ കറിയാണ്. പക്ഷെ നല്ല ടേസ്റ്റ് ആയിട്ട് അരിപ്പത്തിരി പുട്ടിനൊക്കെ പറ്റി നല്ല അടിപ്പം കറിയാണ്. നിങ്ങൾ ഒരു വട്ടം ട്രൈ ആക്കി നോക്കണേ. അപ്പോൾ എന്താ ആദ്യം ചെയ്യേണ്ടത്, നമ്മൾ പൊരിച്ച് മാറ്റി വെച്ചിട്ടുള്ള ബാക്കി
വെളിച്ചെണ്ണ അതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നല്ലപോലെ മുപ്പിച്ചെടുക്കുക. അതിലോട്ട് സവാള ഞാൻ 2 എണ്ണേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ, ബാക്കി ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. അതും 2 തക്കാളിയും കൂടി ചേർത്ത് 2 പച്ചമുളകും കൂടി ചേർത്ത് നല്ലപോലെ വയറ്റി കൊടുക്കുക. നല്ലപോലെ വയന്നു വരുമ്പം അതിലോട്ട് 2-3 വറ്റൽമുളക് ചേർത്ത് കൊടുക്കുക, കുറച്ച് കശുവണ്ടി ഇട്ട് കൊടുക്കുക, കുറച്ച് മല്ലിച്ചീര ഇട്ട് കൊടുക്കുക. നല്ലപോലെ അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കുക, പെട്ടെന്ന് വയന്ന് ഇട്ടിട്ടേ. അങ്ങനെ ഞാൻ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുത്തു. നല്ല അടിപൊളിയായിട്ട് വയന്ന് കിട്ടണം കേട്ടോ. ഇനി അതിലോട്ട് നമ്മുടെ പൊടികൾ ചേർത്ത് കൊടുക്കുക. ഇപ്പം അത്യാവശ്യം വയന്ന് വന്നിട്ടുണ്ട്. അപ്പം ഇനി എന്താ വേണ്ടത്, നമ്മുടെ പൊടികൾ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പം 2 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെന്താ കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി. പിന്നെന്താ ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഓവർ ഇങ്ങനെ കരിഞ്ഞു പോകാത്ത രീതിയിൽ നമ്മൾ ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം മാത്രം കുറച്ച് ജീരകവും പെരിഞ്ചീരകപ്പൊടിയും അതുപോലെ തന്നെ കറുമസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. കുറച്ച് കുരുമുളക് പൊടി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇട്ട് കൊടുത്തിട്ടുണ്ടെന്ന്. എന്നിട്ട് ഇത് നല്ലപോലെ അങ്ങോട്ട് മൂത്ത് വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. ഒന്ന് ആറിയതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് വെണ്ണ പോലെ അരച്ചെടുക്കുക. ഇനി അതേ ചട്ടിയിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു 2 ടീസ്പൂൺ അളവിൽ ബട്ടർ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ബട്ടർ നല്ലപോലെ മെൽറ്റ് ചെയ്ത് വരുമ്പോൾ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ കൂട്ട് അതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല ടേസ്റ്റാണ് ഈ കറിക്ക്. നിങ്ങൾ ഒരു വട്ടമെങ്കിലും വീട്ടിൽ ട്രൈ ആക്കി നോക്കണേ. എന്നിട്ട് എന്താ, നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ഓൾറെഡി നമ്മൾ മസാലയിൽ ഇട്ടതാണ്, അപ്പം നിങ്ങൾ ശ്രദ്ധിച്ച് വേണം ഉപ്പിടാൻ വേണ്ടിയിട്ട്. പിന്നെന്താ, ഞാൻ അരച്ച സമയത്ത് ഒരു 2 ടീസ്പൂൺ അളവിൽ വിനാഗിരി ചേർത്തിട്ടാണ് അരച്ചിട്ടുള്ളത്. ഒരു ചെറിയ പുളിക്ക് വേണ്ടിയിട്ട്. തക്കാളിക്ക് പുളി ഉണ്ടെങ്കിലും ഞാൻ 2 ടീസ്പൂൺ അളവിൽ വിനാഗിരിയും കൂടി ചേർത്താണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ കഴുകി വാരി വെച്ചിട്ടുള്ള ചിക്കനും ക്യാപ്സിക്കും ഇട്ട് കൊടുത്ത് നല്ലപോലെ അങ്ങോട്ട് തിളപ്പിച്ച് വേവിച്ചെടുക്കുക നമ്മുടെ ചിക്കൻ വെന്ത് കഴിയുമ്പം നല്ലപോലെ വെന്ത് കഴിയുമ്പോൾ എന്ത് ചെയ്യാം, നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. ഓഫ് ചെയ്തതിന് ശേഷം ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാത്രം ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുത്താൽ നല്ല ടേസ്റ്റാണ്. എന്നിട്ട് ഫ്രഷ് ക്രീമും ഒഴിച്ചു കൊടുക്കുക. ഒരു 2 ടീസ്പൂൺ അളവിൽ ബട്ടറും കൂടി മേളിൽ ഇട്ട് കൊടുക്കുക. അത് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. കറിക്ക് ഒന്നും കൂടി ടേസ്റ്റ് കൂടാൻ വേണ്ടി മാത്രം ഞാൻ ഇട്ട് കൊടുത്തതാണ്. പിന്നെ അതിലോട്ട് കുറച്ച് കസ്തൂരി മേന്തി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാണ്ട കസ്തൂരി മേന്തി. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്ത് നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രീമി ടെക്സ്ചറൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ കറി ഒന്ന് ട്രൈ ആക്കി വെക്കണം, അടിപൊളിയാണ്. അപ്പോൾ കറി റെഡി ആയിട്ടുണ്ട്. കറിയുടെ കൂട്ടത്തിൽ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയതല്ല, ഓർഡർ കൊടുത്തതാണ്. പത്തിരിയാണ്. അപ്പോൾ പത്തിരിയും വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് മുട്ടയപ്പം റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ബ്രെഡ് നല്ലപോലെ പൊടിച്ചെടുക്കുക. അതിലോട്ട് 7-8 മുട്ട ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു ഏലക്കയും കുറച്ച് പഞ്ചസാര ഒരു പിഞ്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ മിക്സിയിൽ അടിച്ചെടുക്കുക. എന്നിട്ട് ഒരു സ്റ്റീൽ പ്ലേറ്റിൽ നെയ്യ് തൂത്ത് കൊടുത്തിട്ട് നമ്മൾ അരച്ച് വെച്ചതും കൂടി ചേർത്ത് നമുക്ക് വേവിക്കാൻ വെക്കാം. ഇനി അതിൻ്റെ മേളിൽ വരുന്ന ഒരു ലെയറാണ് നമുക്ക് റെഡിയാക്കി എടുക്കാം. നെയ്യ് തന്നെ വേണം, വേറെ എന്തിട്ടാലും ആ ടേസ്റ്റ് വരില്ല. നെയ്യ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ല പഴുത്ത പഴമായിരിക്കണം. നല്ല പഴുത്ത പഴം എന്ന് പറഞ്ഞാൽ നല്ല പഴുത്ത പഴമായിരിക്കണം. അതിലോട്ട് റൗണ്ടിൽ അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഇങ്ങനെ ഉടച്ചൊടച്ചൊടച്ച് കൊടുക്കുന്ന വിധത്തിൽ നല്ലപോലെ വഴറ്റിയെടുക്കണേ. ഇനി അതിലോട്ട് ഒരു 3-4 ടീസ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എന്തിനാന്ന് വെച്ചാൽ പെട്ടെന്ന് വയന്ന് കിട്ടും. പഞ്ചസാര ചേർക്കുമ്പം നല്ല ഇങ്ങനെ കുഴാന്ന് കിട്ടും. അങ്ങനെ അതേ കണ്ട പഞ്ചസാര ചേർത്ത് കൊടുത്തപ്പോൾ നമ്മുടെ പഴവും പഞ്ചസാരയും കൂടി ഇങ്ങനെ കുഴ പോലെ വന്നിട്ടുണ്ട്. നല്ലപോലെ വിളഞ്ഞു വന്നിട്ടുണ്ട്. ഇനി അതിലോട്ട് ഒരു 2 ഏലക്ക കുത്തിയതും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് വേണ്ടതാണ് തേങ്ങയൊന്നുമല്ല വേണ്ടത്, 2 ബ്രെഡാണ്. 2 ബ്രെഡ് കൈകൊണ്ട് ഇങ്ങനെ ഉടച്ചെടുത്തതാണ്. മിക്സിയിലിട്ട് പൊടിച്ചെടുക്കേണ്ട കാര്യത്തിൽ ഉടച്ചെടുത്താൽ മതി. എന്നിട്ട് അതും കുറച്ച് നെയ്യും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഇങ്ങനെ ഒരു ജാം ടെക്സ്ചർ നമുക്ക് കിട്ടും. ഇത് നല്ല ടേസ്റ്റാണ്. എന്നിട്ട് നമ്മുടെ മുട്ടയപ്പം റെഡിയായി കഴിഞ്ഞില്ലേ, അതിൻ്റെ മേലയിലോട്ട് ഈ കൂട്ടിട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഇങ്ങനെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. കണ്ട ഇതേപോലെ അങ്ങോട്ട് തേച്ച് പിടിപ്പിച്ച് എല്ലാ ഭാഗത്തും ആകുന്ന വിധത്തിൽ നല്ലപോലെ അങ്ങോട്ട് തേച്ച് കൊടുക്കാം. ഇത് കുറേ വേണമെന്നുണ്ടെങ്കിൽ താഴത്തും വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഒരു ലെയറിലേ കൊടുക്കുന്നുള്ളൂ. കണ്ട താഴത്ത് മുട്ടയപ്പം മേളിൽ ഈ ലെയർ നല്ല ടേസ്റ്റാണ്. ഇത് കഴിക്കാൻ നിങ്ങളൊന്ന് വീട്ടിൽ ട്രൈ ആക്കി വെക്കണേ, അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ദേ അടുത്ത കടിയും റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ലാമി ഇന്ന് നോമ്പ് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ലാമി എന്നോട് പിസ്സ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പിസ്സ ഉണ്ടാക്കാൻ വേണ്ടി മൊസറല്ല ചീസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു മൊസറല്ല ചീസ് ഇല്ല, നാളെ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞപ്പോൾ മാമിച്ചിനെ വിളിച്ചു പറഞ്ഞപ്പോൾ മാമിച്ചു കൊണ്ടുവന്ന് കൊടുത്തേട്ടാ ലാമിക്ക് പിസ്സ. അങ്ങനെ അതേ നോമ്പ് തുറക്കണ നേരവും ഞാൻ കട്ട്ലേറ്റും എല്ലാം പൊരിച്ചിട്ടുണ്ടായിരുന്നു. ഇതേ രണ്ടുപേരും സഹായിച്ചു കേട്ടോ. ഞങ്ങളുടെ കുഞ്ഞൂസിന് നോമ്പൊന്നും ഇല്ലാണ്ട് ഞങ്ങളുടെ ടേസ്റ്റ് ചെയ്യാൻ ആളെ ഞങ്ങളുടെ കുഞ്ഞൂസാണ്. അങ്ങനെ രണ്ടുപേരും എടുത്തു വെച്ചു.
അപ്പോൾ വാങ്ങ് വിളിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുവാണ്. ലാമിനയിലും ധൃതി ആമിക്കാണ് കേട്ടോ. ഈ നോമ്പ് ഇറക്കണ നേരമോ എന്നും പറഞ്ഞ അങ്ങനത്തെ എല്ലാം എടുത്തൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ അതേ വാങ്ങ് വിളിച്ച്. അപ്പോൾ ഞങ്ങൾ നോമ്പ് ഉറക്കുവാണ്. അപ്പോൾ നോമ്പ് തുറന്നു കഴിഞ്ഞപ്പോൾ ആകെ തളർന്നു കേട്ടോ. വെള്ളം മാത്രം മതിയായിരുന്നു. എന്തൊരു ദാഹമായിരുന്നു. അത്യാവശ്യം നല്ല ചൂടും ഉണ്ടല്ലേ. ഞങ്ങൾ നോമ്പൊക്കെ തുറന്നു കഴിഞ്ഞ് എല്ലാം നോമ്പ് പറയൊക്കെ കഴിഞ്ഞു. മാഷാ അല്ലാഹ്. നോമ്പ് തുറന്നു കഴിഞ്ഞപ്പോൾ തന്നെ അങ്ങോട്ട് ക്ഷീണിച്ച് ഇടങ്ങേറായി. എന്താണെന്നറിയില്ല. ഓരോ കടിവിധി കഴിച്ചിട്ടുള്ളൂ, പക്ഷെ അയ്യാണ്ടായ മാതിരി. പിന്നെ എനിക്ക് ചെറുതായിട്ട് ജലദോഷം അങ്ങനെയൊക്കെ ഉണ്ട്. ലാമി വെള്ളം എടുക്കണം, നിസ്കരിക്കാൻ വേണ്ടി വെള്ളം എടുക്കാൻ പോയിട്ടുണ്ട്. ആമ ഒപ്പം പോയിട്ടുണ്ട്. ഇക്കൊക്കെ പള്ളിയിൽ പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ തറാവി നിസ്കാരവും കഴിഞ്ഞ് വന്നിട്ടാണ് ഞങ്ങൾ പത്തിരി ഇറച്ചിയൊക്കെ കഴിക്കുന്നത്. അപ്പോൾ ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ നെക്കി കഴിയുമ്പോൾ ഞാനിടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കമൻറ്റിൽ പറഞ്ഞ് അറിയിക്കുക. അപ്പം അത്രയേ ഉള്ളൂ. അപ്പം അടുത്ത വീഡിയോയുമായി വീണ്ടും വരും. നാളെ ഇൻഷാ അല്ലാഹ് റമദാൻ 2 ആയിട്ട് വരുന്നതായിരിക്കും. അപ്പം അടുത്ത വീഡിയോയുമായി വീണ്ടും വരും. ബൈ.